അമ്മയും മകളും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ വഴക്ക് നടക്കുന്നുണ്ടോ അതിൻ്റെ അർത്ഥം ആ അന്തരീക്ഷത്തിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നാണ്. അപ്പൊ കർത്താവിൻ്റെ ഫോട്ടോ ചുറ്റും കണ്ടില്ല, ഒരു ഹാലോ. അപ്പൊ അതേമാതിരി നമുക്കും ഉണ്ട്. അതിന് പറയുന്നത് നമ്മൾ ഓറ എന്ന് പറയും. അപ്പൊ ആ ഓറയിലാണ് ഈ നെഗറ്റിവിറ്റി ഒക്കെ വരിക. അപ്പൊ അതിന് ക്ലെൻസ് ചെയ്യാൻ, അതുപോലെ തന്നെ വല്ലപ്പോഴും ഒന്നെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഇതായിട്ട് അസ്വസ്ഥമായിട്ട് തോന്നുക, വെറീഡായി തോന്നുക, അങ്ങനെയൊക്കെയാണ് കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ കുറച്ച് കല്ലുപൊട്ടേക്കുക. ചെറുനാരങ്ങി ഇതുമാതിരി തന്നെ ഒരു വലിയൊരു നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യുന്ന സാധനമാണ്. സാറിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ചോദിക്കുകയാണ്. സാർ ഇപ്പോൾ ഒരുപാട് വീടുകൾ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക അല്ലേ? ഗുഡ്. സിമ്പിളായിട്ട് ഭാഷ പറഞ്ഞു കഴിഞ്ഞാലേ, ചില വീട്ടിൽ പോയാൽ സംസാരിച്ചങ്ങോട്ട് തീരൂല അല്ലേ? ഇവിടുന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ പടിയിലെന്ന് പറയും, പിന്നെ ഗേറ്റിൻ്റെ അവിടെ പറയും. എവിടെ ഇരുന്നാലാണോ ഒരുപാട് സമയം നമുക്കിരുന്ന് സംസാരിക്കാനോ വളരെ ഇഷ്ടമായി തോന്നുന്നു, മനസ്സിലാക്കുക അവിടെ പോസിറ്റീവ് എനർജിയാണ്. ഇനി എവിടെ ഇരുന്നാലാണ് ഞാൻ ഇപ്പോൾ വരട്ടോ, കുറച്ച് തിരക്കില്ല, പിന്നെ വരട്ടോ എന്ന് പറഞ്ഞ് ചില വീട്ടിൽ കയറിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. അതിൻ്റെ അർത്ഥം ആ വീട്ടിലെ എനർജി നെഗറ്റീവാണെന്ന്. നെഗറ്റീവും പോസിറ്റീവും നമുക്ക് മനുഷ്യന്മാർക്കുള്ളൂ. പ്രപഞ്ചത്തിന് അങ്ങനെയൊന്നുമില്ല. പ്രപഞ്ചത്തിൽ രാത്രി ഉണ്ടാവും, പകലും ഉണ്ടാവും. നമ്മളെ ആവശ്യമാണ് പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളത്. പോസിറ്റീവ് ആണ് എന്തിനാ? അപ്പോഴാണ് നല്ല ഗുഡ് വൈബ് വരും. അപ്പോൾ അതിനനുസരിച്ച് സമൃദ്ധി വരും. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഏത് വീട്ടിലിപ്പോൾ നമ്മളിപ്പോൾ പഴയ തുണി, പഴയ ബുക്ക്, അത് ഇതൊക്കെ കുറേ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാലോ, അപ്പോൾ ആ വീട്ടിൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അസ്വസ്ഥമാവും. ഇതിന് നമുക്ക് നെഗറ്റിവിറ്റി എന്ന് പറയാം. വെറുതെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ രാത്രി ഡ്രൈവിന് ഇങ്ങനെ പോകുക, അപ്പം പെട്ടെന്ന് ചായ കുടിക്കാൻ തോന്നി. നമ്മൾ ഏത് ഹോട്ടലിലാണ് പോയി ചായ കുടിക്കുക? ലൈറ്റ് ഉള്ള സ്ഥലത്താണോ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണോ? അതാണ് സമൃദ്ധി. ഓക്കെ, അതായത് ഐശ്വര്യം, പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഒരു സാധനം കൊണ്ടുപോയി വെക്കലൊന്നുമല്ല. അവിടെ നമുക്ക് വീണ്ടും പോകാൻ തോന്നും, ഒരു അട്രാക്ഷൻ തോന്നും. അതുമാതിരി തന്നെ നമ്മൾ കൂളായിരിക്കും. ഇപ്പം നമ്മളെ വീട്ടിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമ്മൾക്ക് അറിയില്ല. കാരണം നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയിപ്പോയി. നമ്മളത് അപ്പം നമുക്കിപ്പോൾ നമ്മളതിൽ പെട്ട് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നാലാണ് അവർക്ക് അത് എന്താ ഇവിടെ ഇങ്ങനെ. അപ്പോൾ അത് പക്ഷെ നമുക്കിപ്പോൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെയാണ്, അതുകൊണ്ട് അതൊന്നും തോന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. ഒന്ന്, അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക. അതായത് പഴയ സാധനങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പഴയ ബുക്കുകൾ, അങ്ങനെയുള്ള വേണ്ടാത്തത്. ഇപ്പോൾ നമ്മൾ പണ്ട് എന്താ ഉർവശി പറഞ്ഞ കാര്യം, 1ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കെടുക്കുന്ന കല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വെക്കും. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഡംപ് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ ഇതിനൊരു ഓറയുണ്ട്. അപ്പോൾ അത് നശിച്ചു പോകുന്ന സാധനങ്ങൾ എപ്പോഴും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാത്തിൻ്റെ ഊർജ്ജം കൊണ്ട് വലിച്ചെടുക്കും. അത് ആ വീട്ടിലെ ഊർജ്ജം നെഗറ്റീവാക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. അതായത് പഴയത്, മുഷിഞ്ഞത്, ചീത്തത്, പിന്നെ നശിച്ചുകൊണ്ടിരിക്കണത്. ഇപ്പോൾ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക പറഞ്ഞിട്ട് പഴയ ഭർത്താവിനും ഭാര്യനും ഒഴിവാക്കണ്ട കേട്ടോ, അതൊക്കെ അവിടെ അല്ല, ഇനി വാസ്തുക്കാരൻ പറഞ്ഞാണ്. അല്ല, അങ്ങനെ വേണ്ട. അതായത് പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വരിക വൃത്തിയുള്ള സ്ഥലത്താണെന്നാണ്. തമിഴ്നാട്ടിൽ ഇതിനൊക്കെ പറ്റിയിട്ട് കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അവരതിൽ രാവിലെ തന്നെ കുളിച്ച് എന്താ വെള്ളമൊക്കെ തെളിച്ച് കോലമൊക്കെ വരച്ച് ഓക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനൊരു ഐശ്വര്യമുണ്ട്. ഈ ഒരു സംസ്കാരം നമ്മളെ നാട്ടിലില്ല. അപ്പോൾ നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ ഒന്നും അതിനൊന്നുള്ള സമയമില്ല എന്നുള്ളതുകൊണ്ടാകാം. എന്നിരുന്നാലും ഒരു നല്ല വൃത്തിയും വെടുപ്പുള്ള സ്ഥലത്താണ് ഐശ്വര്യം ഉണ്ടാകുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമ്മളെ വീട്ടിലുള്ളത് മാറാലൊക്കെ കെട്ടി അങ്ങനെയൊക്കെയാണെങ്കിലോ ശനി എന്ന് പറയും, ശനി പിടിച്ച മാതിരി എന്നൊക്കെ പറയും. അതെന്ന് പറഞ്ഞാൽ കുറേ മാറാല അത് ഇതൊക്കെ ആയിട്ടാകുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം ആ കൂടി മോശം. ഇതിനെയാണ് നെഗറ്റിവിറ്റി എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സമൃദ്ധി വരില്ല. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പം മീൻകാരന് മീനിൻ്റെ മണം അറിയോ? ശീലമായിപ്പോയി. അതേമാതിരി നമ്മളെ വീട്ടിൽ പെട്ട് കിടക്കുക. അപ്പം നമുക്ക് അറിയണില്ല ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന്. അപ്പോൾ നമ്മളൊരു ഔട്ട്സൈഡർ നോക്കി കാണുന്ന മാതിരി നമ്മൾ വീടൊന്ന് നോക്കി കാണുക. എന്നിട്ട് എന്താണ് വേണ്ടത് വേണ്ടാത്തതൊക്കെ ആക്കുക. പിന്നെ ഓരോ മൂലക്കും കൊണ്ടുപോയിട്ടുണ്ടാവും, കുറേ സാധനം കൊണ്ടുപോയി ഡബ് ചെയ്യുന്നത്, എന്തുണ്ടായില്ല. അപ്പോൾ അത് ശരിക്കും പുറത്ത് പോയിട്ടുണ്ടല്ലോ കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചു കൊണ്ടുവരുന്നതൊന്നും അത്ര നല്ലതല്ല.
അപ്പോൾ നല്ല ആണെന്ന് തോന്നി. ആകെ 20 ഉറുപ്പ്യല്ലേ ഉള്ളൂ. അപ്പോൾ 20 ഉറുപ്പ്യൻ്റെ സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടു. ഇതാ മേടിക്കുമ്പോഴുള്ള പുതുമയേ ഉള്ളൂ. പിന്നെ അത് വീട്ടിൽ അവിടെ കിടക്കും. പിന്നെ അത് പഴകാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ വില വന്നിട്ട് പൊടി നിറയും. അതോടുകൂടി അവിടുത്തെ എനർജി എന്തായി? പോയി. അതാണ്. അപ്പം ഇതിൽ ഏറ്റവും വലിയ രസം നമ്മളെ ബെഡ്റൂമിലാണ്. ബെഡ്റൂമിലാണ് എല്ലാ സാധനവും കൊണ്ടുപോയിട്ട് അധികം ആളും കിടക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഓർത്തേ, നമ്മുടെ ബെഡ്റൂമിൽ ഒരു ചെയർ ഉണ്ടാവല്ലോ, എല്ലാ തുണികളും കൂടി ഇടുന്ന ഒരു ചെയർ. ചെയറും ഉണ്ടാവില്ല, അധികം കിടക്കെ തന്നെ. അപ്പൊ നമ്മളെ വീട്ടിൽ ചെയറല്ലേ? പ്രത്യേകിച്ച് ആണുങ്ങളുടെ വീട്ടിൽ, ആണുങ്ങളുടെ ബെഡ്റൂമിലൊക്കെ അല്ല ക്യാമറമാനെ, ഒരു ചെയർ ഉണ്ടാവില്ല സ്ഥിരമായിട്ട്. ബാച്ചിലേഴ്സ് റൂം. അതെ, ബാച്ചിലേഴ്സ് റൂമില്. അത് ശരിയാണത്. അതൊരു ശീലമായി പോയതാണ്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പെന്നുണ്ട്. അപ്പൊ അതിലൊരു പെന്ന് ആണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ എടുത്ത് എഴുതി നോക്കി, ഓ ഇത് എഴുതില്ലല്ലോ. പിന്നെ അടുത്തെടുത്ത് എഴുതി നോക്കി, ഓ പണ്ടാരം ഇവിടെ ഒരു സാധനം വർക്ക് ചെയ്യില്ല. അതോടുകൂടി നമ്മളെ മൈൻഡ് സെറ്റ് പോയേ. നേരെ മറിച്ച് ഒരു പെന്ന് അതുള്ളത് നല്ല കൂളായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഓക്കെ, ഇനി അത് തകരാറായാൽ അപ്പോൾ റീപ്ലേസ് ചെയ്യുക. ഇത് കൊണ്ടുപോയി അവിടെ തന്നെ വെച്ചേക്കരുത്, പിന്നെയും ആകുന്നൊന്നും പറഞ്ഞിട്ടായില്ല. ഒരു കണക്ക് പറഞ്ഞാൽ ചൈനീസ് സിസ്റ്റം ഉണ്ടല്ലോ, യൂസ് ആൻഡ് ത്രോ, നല്ലതാ. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഫെങ്ഷുയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിൽ 6 മാസമായിട്ട് ഒരു സാധനം കച്ചവടമാണില്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുത്ത് വേറെ ഷോപ്പ് കൊണ്ടുപോയിടും. അതായത് വിത്തിൻ 6 മന്ത്സ് അത് റൊട്ടേറ്റ് ചെയ്തോളണം എന്ന് നിർബന്ധമാണ് അവർക്ക്, ഏതൊരു ഇതിന് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവർ ഫ്രഷ് എന്നുള്ളതാണ്. ഇപ്പോൾ വൃത്തിയായിട്ട് വെക്കുക, തിളങ്ങുക എന്ന് പറയില്ലേ, അത് വരുമ്പോൾ ഉണ്ട് അവിടെ സമൃദ്ധി വരും. അപ്പോൾ ഐശ്വര്യം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് കൺസെപ്റ്റ് അല്ല, റിയാലിറ്റിയാണ്. അപ്പോൾ ആ ഒരു വൃത്തികെട്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഊർജ്ജവും വന്നു കൂടുന്നത്. ഇപ്പം നമ്മളൊരു 4-5 ദിവസം വീട് അടച്ചിട്ടു, പുറത്തേക്ക് പോയി, തിരിച്ചു വരുമ്പോൾ എങ്ങനെയുണ്ടാവും? ഒരു ഇതായിട്ടുണ്ട്, ഒരു സ്മെല്ലൊക്കെ വരും. പിന്നെ കുറേ അതും ഇതും ജീവികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അതായത് മനുഷ്യനില്ലയോ ആ വീട് കംപ്ലീറ്റ് ഇതാവും, ഡിസ്മാൻഡിൽ ആകാനുള്ള എല്ലാ സാധനവും പ്രപഞ്ചം നടത്തും. അപ്പോൾ എപ്പോഴും നമ്മളുണ്ടോ നല്ല ഫ്രഷാക്കി വെക്കുക, വൃത്തിയാക്കി വെക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു സമയം നമ്മൾ ഉണ്ടാക്കിയേ പറ്റും. വീട്ടിൽ അതിന് എല്ലാവരും തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെയും പ്രശ്നമാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട് നോക്കാനുള്ള സമയം അധികം കിട്ടില്ല. പക്ഷെ നിർബന്ധമായിട്ട് അത് ആക്കിയേ പറ്റൂ, കാരണം നമ്മളെ വീടല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ വൃത്തിയും വെടുപ്പായി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കഴിയുമ്പോൾ എന്താവും, സ്വാഭാവികമായിട്ട് തന്നെ അവിടെ സമൃദ്ധി വരും. അതായത് എന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷ്മി വരും. ലക്ഷ്മി മീൻസ് പോസിറ്റീവ് എനർജി. അപ്പോൾ ഈ നേരെ മറിച്ച് അവിടെ മോശമാണ് ചേഷ്ട എന്ന് പറയും. ചേഷ്ട എന്ന് പറയുന്നത് ശരിക്കും ഐശ്വര്യത്തിൻ്റെ ചേട്ടത്തിയാണെന്നാണ് പറയുക. അതായത് എന്ന് പറഞ്ഞാൽ അത് നാശം വിതയ്ക്കുക എന്ന് പറയും, അതായത് വൃത്തികേടാകുക, അതാണ്. അപ്പോൾ ഇത് പ്രപഞ്ചത്തിനൊരു സ്വഭാവമുണ്ട്. ഒന്ന് നമ്മൾ നല്ല വൃത്തിയാക്കി വച്ചോളണം, ഇല്ലയോ മറ്റേത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ മനുഷ്യനാണ് അല്ലെങ്കിൽ എനിക്കാണ് വൃത്തിയുള്ളത്, വെടുപ്പുള്ളത്, പോസിറ്റീവായിട്ടുള്ള എനർജി വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഉത്തരവാദിത്വം എടുക്കുക, എൻ്റെ വീട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാക്കി വെക്കുക. എന്നിട്ട് എന്താ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, പഴയ സാധനങ്ങൾ ഒക്കെ ഒഴിവാക്കി കളയുക. ഇത് 1-ാം ക്ലാസ്സിനുള്ള ബുക്കൊന്നും ഇപ്പോഴും എങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ തൂക്കി വിറ്റാളി, പൈസ വരുമില്ലേ അല്ല പറയുക. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം വെക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ. അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആവശ്യമില്ലാത്ത അതും ഇതൊന്നും മേടിച്ചു കൂട്ടണ്ട. ഇതൊക്കെ 2 ദിവസം അതിൻ്റെ പുതുമയുണ്ട്, അത് കഴിഞ്ഞാൽ അത് അവിടെ ഡബ്ബാവും. ഇപ്പോൾ അത്രയും അത്യാവശ്യമുള്ളത് മാത്രം മേടിക്കുക, വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക. പിന്നെ ചുമരും വീടും ഒക്കെ ഒന്ന് നല്ലതാകുക. പിന്നെ ഒരു റെമഡി കൂടി പറഞ്ഞുതരാം. വല്ലപ്പോഴും ഒന്ന് നമ്മൾ നിലമൊക്കെ തുടയ്ക്കുമ്പോൾ ഉപ്പുണ്ടല്ലോ, കല്ലുപ്പ് ഇതാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഓറ എന്ന് പറയും, അവിടുത്തെ ചുറ്റുള്ള അന്തരീക്ഷം നന്നാവും. ഉപ്പിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പം പണ്ടത്തെ മുത്തശ്ശിമാർ കണ്ടില്ല, ഉപ്പും മുളകും കൊടുത്തിട്ട് ഇങ്ങനെ തലക്കൊഴിഞ്ഞിട്ട് അടുപ്പിലിടുന്നത്. ശരിക്കും അതിൽ കാര്യമുണ്ട്. അത് കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓറയിലാണ് ഇതൊക്കെ വരിക. അപ്പോൾ കുട്ടികൾ, ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ചിലപ്പോൾ കരയുന്നുണ്ടാവും അല്ലാണ്ട്, നേരെ കുറച്ച് തലക്കൊന്ന് ഉപ്പ് ഇതാക്കിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ കുട്ടി നന്നായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങും. അതായത് നമുക്ക് കാണാത്തൊരു പ്രഭാവലയുണ്ട്. ഇപ്പം കർത്താവിൻ്റെ ഫോട്ടോ ചുറ്റും കണ്ടില്ല, ഒരു ഹാലോ. അപ്പം അതേമാതിരി നമുക്കും ഉണ്ട്. അതിന് പറയും നമ്മൾ ഓറ എന്ന് പറയും. അപ്പം ആ ഓറയിലാണ് ഈ നെഗറ്റിവിറ്റി ഒക്കെ വരിക. അപ്പം അതിന് ക്ലെൻസ് ചെയ്യാൻ, അതുപോലെ തന്നെ വല്ലപ്പോഴും ഒന്നെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഇതായിട്ട് അസ്വസ്ഥമായിട്ട് തോന്നുക, വെറീഡായി തോന്നുക, അങ്ങനെയൊക്കെയാണ് കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ കുറച്ച് കല്ലുപ്പിട്ടേക്കുക.
പക്ഷെ നല്ല വെള്ളത്തിൽ കുളിക്കണം കേട്ടോ, കാരണം മുടിക്കൊന്നും അത്ര പറ്റില്ല. അത് കഴിഞ്ഞ് നല്ല വെള്ളം ഇതാക്കുക. അപ്പം എന്താ ഒട്ടാവുന്ന നമ്മൾ ഓറയൊക്കെ ഒന്ന് ഫ്രഷ് ആവും. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഒരു കല്ലുപ്പിട്ടിട്ട് തുടയ്ക്കുക. കല്ലുപ്പിട്ട് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല വെള്ളത്തിലും തുടയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഒട്ടുന്ന മതിരിയാവും. അതാകുക. അതോടുകൂടി അവിടുത്തെ ആ നെഗറ്റിവിറ്റീസൊക്കെ കുറേ പോകും. ഈ ഉപ്പ് തന്നെ ഒരു വലിയൊരു റെമഡിയും ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ്. നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ വീടും ഒക്കെ ക്ലീൻ ആവും. അതുമല്ല ഐശ്വര്യം വരും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിക്കോട്ടെ. ഇപ്പൊ കല്ലുപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ പല ഹോട്ടൽസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ ചെറുനാരങ്ങ വെള്ളം. അതിന്റെ ഒരു പിന്നിലുള്ള ഒരു സയൻസ് പറയും. പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒന്ന് പറയുക, കണ്ണ് പറ്റുക എന്ന് പറയും. കണ്ണ് പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരാൾ പറയണത്, ഒരാളുടെ കാഴ്ച, ഇതൊക്കെ ബാക്കിയുള്ളവർ സ്വാധീനിക്കും. അവനൊക്കെ എങ്ങനെ നടന്ന അപ്പം അവൻ്റെ ഒരു കളി കണ്ടില്ലേ, ഈ ഒരു ഇത് പറയുമ്പോഴല്ലോ അവിടുത്തെ ആ വൈബ് അത് അങ്ങോട്ട് പോവുക. ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയാണ്. പച്ചമാങ്ങ, പുളിപ്പുള്ള പച്ചമാങ്ങ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി നിങ്ങന്നില്ലേ, ഞാനൊന്നും ചെയ്തോ? വെറും 2 വാക്ക് പറഞ്ഞാണ് എന്ത്, പച്ചമാങ്ങ, പുളിപ്പുള്ള പച്ചമാങ്ങ. പക്ഷെ ഇതിൻ്റെ ഒരു ആക്ഷൻ നമ്മളിൽ വന്നു. അത് നമ്മളൊരു കെമിക്കൽ ആക്ഷൻ നടന്നു. ഇതുപോലെ ഒന്ന് കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, ഇതൊക്കെ ആക്ഷൻ നടക്കും. അപ്പോൾ അധികം തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഷോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ വരുന്ന ആളുകളുടെ ഒരു വൈബ് ഉണ്ട്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അപ്പോൾ നല്ല കച്ചവടം നടക്കണോ, നല്ല ബിസിനസ് നടക്കണോ, പോസിറ്റീവായിട്ടുള്ള വൈബാണോ? അപ്പോൾ അങ്ങനെയായി 2 കാര്യമുണ്ട്. ഒന്ന് ഉള്ളതിനെ പോസിറ്റീവ് ആക്കുക, 2 നെഗറ്റിവിറ്റി അവിടേക്ക് വരുന്നതിനെ ഒഴിവാക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ ഇട്ട് വെക്കുന്നത്. നേരത്തെ ഉപ്പിനെ കുറിച്ച് പറഞ്ഞ മാതിരി തന്നെ ചെറുനാരങ്ങ ഇതുമാതിരി തന്നെ ഒരു വലിയൊരു നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യുന്ന സാധനമാണ്. ചെറുനാരങ്ങ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് വെക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള കംപ്ലീറ്റ് നെഗറ്റിവിറ്റി അത് കളക്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴാൻ തുടങ്ങുകയാണെങ്കിൽ കൈകൊണ്ട് എടുക്കരുത്, അങ്ങനെ തന്നെ എടുത്തിട്ട് പുറത്തെവിടെയും കൊണ്ടുപോയി മറിച്ച് കളയാം. എന്നിട്ട് കഴുകുക, വൃത്തിയാക്കുക, വീണ്ടും വെള്ളം നിറയ്ക്കുക, ഇതാക്കുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആ കുറേ നെഗറ്റിവിറ്റി ഒഴിവാകും. നല്ല റെമഡീസ്. അപ്പോൾ 2 റെമഡി ആയിട്ടോ. ഗുഡ്. അപ്പോൾ അത് നല്ലതാണത്. അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കണത് നല്ലതാണ്. പിന്നെ ഈ പണ്ടുള്ളവരെ കണ്ടില്ലേ, സന്ധ്യയായി വിളക്കൊക്കെ വെച്ച് രാമനാമം വെച്ച്, അപ്പോൾ ഒരു ഐശ്വര്യമില്ലേ. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ കാലം മാറുമ്പോൾ നമ്മൾക്കും എന്താ പറയുക, ഒന്നിനും തിരക്കാണ്, ഒന്നിനും സമയമില്ല. ഇപ്പോൾ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യണോ, അതോ ഓവർനൈറ്റ് ഷിഫ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളെ നോക്കാനും വീട് നോക്കാനും ഉള്ള സമയമില്ല. ഇപ്പോൾ പറയണതാണ്, അതിനുള്ളൊരു സമയം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീടും നല്ല ഐശ്വര്യമാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഐശ്വര്യമായിട്ട് എവിടെ വെച്ചോ അവിടെ ഐശ്വര്യം വരും. ഫയർ ക്യാച്ചസ് ഫയർ. അഗ്നി ഉള്ളവർക്ക് ആ അഗ്നി സ്വാധീനിക്കുക, ക്യാച്ച് ചെയ്യുക, ആകർഷിക്കുക. അതുമാതിരി തന്നെ ധനം ഉള്ളവർക്ക് ആ ധനം വരിക. ഇപ്പോൾ വാസ്തുവിൽ അതിനൊക്കെയുള്ള ഒരുപാട് സാധനമുണ്ട് കേട്ടോ. അതായത് രത്നദീപ സ്ഥാപന എന്നൊക്കെ പറയും. അതൊക്കെ വില പിടിച്ച സംഭവങ്ങളാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ രത്നങ്ങൾ വെക്കണമൊക്കെ ഉണ്ട്. ഇതൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റംസാണ് കേട്ടോ. അപ്പോൾ അതേമാതിരി പലതും ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞ ഒന്ന് വല്ലപ്പോഴും ഒരു ഉപ്പിട്ട് കഴുകുക. പിന്നെ അതുമാതിരി തന്നെ ഒരു ഗ്ലാസ്സിൽ ഉപ്പിട്ടിട്ട്, കല്ലുപ്പിട്ടിട്ട് ചില ഭാഗങ്ങളിൽ വെച്ചേക്കുക. അപ്പം കുറേ ആ നെഗറ്റിവിറ്റീസൊക്കെ അത് ഒബ്സർവ് ചെയ്യും. ചില കോർണേഴ്സിലൊക്കെ വെക്കണ നല്ല. അതിന് ഇന്ന കോർണേഴ്സ് അങ്ങനെ ഉണ്ടോ? അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് അഗ്നികൊള്ളിൽ വെക്കരുത്. കാരണം അഗ്നികോൺ എന്താണ്, അഗ്നിയാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടറാണ്. അവിടെ വെക്കരുത്. സൗത്ത് വെസ്റ്റും വെക്കരുത്, ബാക്കിയെല്ലാ സ്ഥലത്തും വെക്കാം. അതായത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈവൻ ബാത്റൂമിലൊക്കെ വെക്കുകയാണ്, ആ ബാത്റൂമിലെ നെഗറ്റിവിറ്റീസ് ഒക്കെ അതിൽ തന്നെ ഒബ്സർവ് ആവും. അത് ഇതൊക്കെ വാസ്തുവിലുള്ള ഒരു റെമഡീസും കൂടിയാണ് കേട്ടോ. അത് ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊരു നല്ലൊരു ഫ്രഷ് ആവും. പിന്നെ എന്താണ്, ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച്, അല്ലെങ്കിൽ സാമ്പ്രാണിയൊക്കെ പോയിപ്പിച്ച്, അങ്ങനെയാകുമ്പോൾ വാവ് ഗ്രേറ്റ്. ആ ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക. 2, മാറാലൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി നല്ല ഭംഗിയാക്കുക. വേണ്ടത് മേടിച്ചാൽ മതി, ആവശ്യമില്ലാത്തൊന്നും മേടിക്കേണ്ട. എന്നിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഇതൊക്കെ പോയിപ്പിക്കലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ പോസിറ്റീവായി. യെസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇറിറ്റേഷൻ കുറയും. അതുമാതിരി തന്നെ നമ്മൾ തമ്മിലുള്ള സംസാരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല നമ്മൾ വായിൽ വരിക. ഇത് യഥാർത്ഥത്തിൽ ആ അന്തരീക്ഷത്തിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടാകും. അപ്പം എന്താണെന്ന് വെച്ചാൽ അച്ഛനും മകനും
എന്താ ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ അമ്മയും മകളും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ വഴക്ക് നടക്കുന്നുണ്ടോ അതിൻ്റെ അർത്ഥം ആ അന്തരീക്ഷത്തിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് അത് വൃത്തിയാക്കി ഇതായാൽ തന്നെ ഫ്രഷ് ആവും. അപ്പോൾ വൃത്തിയായിട്ട് ജീവിക്കുക, സമൃദ്ധിയായിട്ട് ജീവിതം ആഘോഷിക്കുക. ഓൾ ദ ബെസ്റ്റ്.